ഒടുവിലത്തെ വിവരമനുസരിച്ച് കശ്മീരിൽ 28 സീറ്റുകളിൽ BJP ഒറ്റയ്ക്ക് മുന്നേറുന്നു. കശ്മീർ താഴ്വരയിലടക്കം ഒരു സീറ്റിൽ മുന്നിലാണ്. BJPയുടെ ശക്തി കേന്ദ്രമല്ല അവിടെ എന്നുകൂടി ഓർക്കണം. കോൺഗ്രസ് NC സഖ്യം, നാഷണൽ കോൺഫറൻസ് സഖ്യം അവിടെ 46 മുന്നിൽ. PDP 5 ഇടത്തേക്ക് ചുരുങ്ങുന്നു. 11 സ്വതന്ത്രർ മുന്നിലാണ് എന്ന വാർത്ത. ഹരിയാനയിലേക്ക് വന്നാൽ ആദ്യം 60-20 എന്ന നിലയിൽ പിന്നിലായിരുന്ന BJP ഏവരെയും അമ്പരപ്പിച്ചുകൊണ്ട് AICC ആസ്ഥാനത്തെ അമ്പരപ്പിലാഴ്ത്തിക്കൊണ്ട് BJP ശക്തമായ തിരിച്ചുവരവ് ഹരിയാനയിൽ നടത്തുന്നതാണ് കണ്ടത്. ഹരിയാന മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ നാളെ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ എക്സിറ്റ് പോളുകൾ എക്സിറ്റ് ആകും, ഞങ്ങൾ മൂന്നാമതും ജയിച്ച് അധികാരത്തിൽ വരും, അപ്പോൾ കോൺഗ്രസ് EVM-നെ കുറ്റം പറയും എന്ന് അദ്ദേഹം ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. ഇന്ന് രാവിലെയും അദ്ദേഹം പറഞ്ഞത് ഞാൻ എക്സിറ്റ് പോളുകളെ അല്ല വിശ്വസിക്കുന്നത്, ജനങ്ങളെയാണ് എന്നാണ്. അതക്ഷരം പ്രതി തോന്നിപ്പിക്കുന്ന, പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പ് ഫല സൂചനകളാണ് ഇപ്പോൾ മുമ്പോട്ട് വരുന്നത്. 48 BJP, 36 കോൺഗ്രസ്, മറ്റുള്ളവർ 6. നന്ദഗോപൻ ചേരുന്നു ഹരിയാനയിൽ. നന്ദഗോപൻ, 50-ൽ എത്തി, ഒന്ന് പിന്നിലേക്ക് പോയി, വീണ്ടും ഒന്ന് ആഞ്ഞു വരികയാണോ BJP? തീർച്ചയായിട്ടും 50 എന്നൊരു മാജിക് ഫിഗറിലേക്ക് എത്തി. പിന്നീടത് അല്പസമയം മുമ്പ് വരെ 49 ആയിരുന്നു. പിന്നീട് അതിപ്പോൾ 48 എത്തിയിരിക്കുകയാണ്. കോൺഗ്രസ് 36 ഇടങ്ങളിൽ ലീഡ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഏതായാലും BJP വീണ്ടും ഒരു കടന്നുവരവ് നടത്തിയിരിക്കുന്നു. ആദ്യഘട്ടത്തിൽ, അതായത് പോസ്റ്റൽ ബാലറ്റുകളും മറ്റും എണ്ണിയപ്പോൾ BJP ചില ഘട്ടങ്ങളിൽ പിന്നോട്ട് പോയി. പിന്നീട് ഒരു വലിയ കുതിച്ചുചാട്ടമാണ് BJP നടത്തിയത്. അതേസമയം കോൺഗ്രസിന് കനത്ത തിരിച്ചടി നേരിടുന്ന ഒരു സാഹചര്യമാണ്. എക്സിറ്റ് പോളുകൾ യാഥാർത്ഥ്യവുമായി ഒരുപക്ഷെ പുനഃബന്ധം പോലും ഉണ്ടാകില്ല എന്നുള്ള സൂചനകൾ തന്നെയാണ് നൽകുന്നത്. ഏതാണ്ട് 55 സീറ്റുകളായിരുന്നു കോൺഗ്രസിന് എക്സിറ്റ് പോളുകൾ പ്രവചിച്ചിരുന്നത്. BJP 25 സീറ്റുകളിലേക്ക് ചുരുങ്ങുമെന്നും എക്സിറ്റ് പോളുകൾ പറഞ്ഞ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും അതല്ല, എക്സിറ്റ് പോളുകളല്ല യാഥാർത്ഥ്യം എന്നുള്ളത് BJP നേതാക്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യ ഫലസൂചികകൾ പുറത്തേക്ക് വരുമ്പോൾ അങ്ങനെ തന്നെയാണ് അനുമാനിക്കേണ്ടത്. ഇനിയും നിരവധി റൗണ്ടുകൾ വോട്ടുകൾ എണ്ണിത്തിട്ടപ്പെടുത്തുവാനുണ്ട്. ഏതായാലും ഇപ്പോൾ നിലവിൽ വ്യക്തമായ ലീഡ് BJPക്ക് തന്നെയാണ്. മൂന്നാം വട്ടവും BJP ഭരണ തുടർച്ചയിലേക്ക് എത്തുമെന്നുള്ള സൂചനകൾ തന്നെയാണ് ലഭ്യമാകുന്നത്. അതേസമയം ഒരു ഘട്ടത്തിൽ സർക്കാർ രൂപീകരണ ചർച്ചകളിലേക്ക് പോലും കടന്ന കോൺഗ്രസിൻ്റെ മുഴുവൻ വെളിച്ചവും അസ്തമിച്ചിരിക്കുന്നു. AICC ആസ്ഥാനം കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ആഘോഷ പരിപാടികൾക്ക് കോൺഗ്രസ് തുടക്കമിട്ടിരുന്നെങ്കിലും, അല്ലെങ്കിൽ പ്രവർത്തകർ വലിയ ആഘോഷമായിരുന്നു AICC ആസ്ഥാനത്ത് ഇന്ന് രാവിലെ മുതൽ സംഘടിപ്പിച്ചത്. എന്നാൽ ഇപ്പോൾ ആ ആഘോഷങ്ങൾക്കൊക്കെ തന്നെ മങ്ങൽ ഏറ്റിരിക്കുന്നു. അവിടെ കോൺഗ്രസ് ഓഫീസിലേക്ക് എത്തിയ വെളിച്ചം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന ചിത്രങ്ങൾ. BJP ഹരിയാനയിൽ വലിയൊരു തിരിച്ചുവരവ് നടത്തിയിരിക്കുന്നു. കഴിഞ്ഞ 10 വർഷമായി BJP സർക്കാർ നടത്തിയ പോരാട്ടങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഇതെല്ലാം തന്നെ ജനങ്ങൾ തന്നെ വിലയിരുത്തിയിരിക്കുന്നു. രാഷ്ട്രീയ എതിർപ്പ് പറഞ്ഞപ്പോൾ, തോറ്റ് തുന്നമ്പാടും BJP എന്ന് ആവർത്തിച്ച് പറഞ്ഞപ്പോഴും അവിടുത്തെ മുഖ്യമന്ത്രി ആത്മവിശ്വാസത്തോടെ പറയുന്നുണ്ടായിരുന്നു, നമുക്ക് കാണാം, കാത്തിരിക്കാം, നാളെ കോൺഗ്രസ് EVM-നെ കുറ്റം പറയുന്ന സുദിനമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്തുകൊണ്ട് ഹരിയാന മുഖ്യമന്ത്രിക്ക് ഇത്ര ആത്മവിശ്വാസം? ആ ആത്മവിശ്വാസമാണല്ലോ ഇപ്പോൾ ശരിയായി പ്രതിഫലിക്കുന്നത്. കൃഷ്ണരാജ്, രാഷ്ട്രീയ സ്വയം സേവ സംഘം എന്ന സംഘടനയെയും BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും ഒരിക്കലും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഹരിയാനയിലെ ഇപ്പോൾ ഈ ഒരു ഫലസൂചികകൾ. ആ ഒരു ആത്മവിശ്വാസം, അല്ലെങ്കിൽ BJP RSS എന്നുള്ള പ്രസ്ഥാനത്തിനോടുള്ള ആത്മവിശ്വാസം തന്നെയാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയുടെ വാക്കുകളിൽ പ്രകടമായത്. അതായത് എക്സിറ്റ് പോൾ ഫലങ്ങൾ തിരിച്ചടി സൂചിപ്പിച്ചപ്പോഴും അവിടെ വലിയ കടന്നുവരവുണ്ടാകും, അല്ലെങ്കിൽ കോൺഗ്രസിന് വലിയ തിരിച്ചടി ഉണ്ടാകും, ഒടുവിൽ EVM മിഷനുകളെ കുറ്റപ്പെടുത്തേണ്ട സാഹചര്യം കോൺഗ്രസിനുണ്ടാകും എന്നുള്ളത് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി സൂചിപ്പിച്ചത് തീർച്ചയായിട്ടും RSSഉം അല്ലെങ്കിൽ BJP എന്നുള്ള പ്രസ്ഥാനങ്ങളുടെ ആ നിഴൽ വെളിച്ചത്തിൽ നിന്നുള്ള ആർജവത്തിലാണ് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതിനെല്ലാം ഉപരി കഴിഞ്ഞ 10 വർഷക്കാലത്തെ BJPയുടെ ഹരിയാനയിലെ ഭരണ നേട്ടം അത് കൃത്യമായി ജനങ്ങളിലെത്തിക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. ആദ്യം മനോഹർലാൽ ഖട്ടറിലൂടെയും പിന്നീട് നയാബ് സിംഗ് സൈനിയിലൂടെയും ഹരിയാനയിൽ വലിയ വികസന തേരോട്ടത്തിന് BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്. അത് സാധാരണക്കാരിലേക്ക് എത്തിക്കുവാൻ സാധിച്ചു. 27% ജാട്ട് വോട്ടുകൾ വിധി നിർണ്ണയിക്കുന്ന ഹരിയാനയിൽ BJP മറ്റൊരു വലിയ ഒരു കടമ്പ കടന്ന്, അല്ലെങ്കിൽ വലിയൊരു ചരിത്രത്തിന് ഇടം കുറിച്ചിരിക്കുന്നു എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. 37 മണ്ഡലങ്ങൾ, 90 നിയമസഭാ മണ്ഡലങ്ങളിൽ 37 മണ്ഡലങ്ങൾ ഏറെ ജാട്ട് വോട്ടുകൾ ഏറെ നിർണായകമാണ്. സ്വാഭാവികമായും ജാട്ട് വോട്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടുന്ന കോൺഗ്രസിനും അതേപോലെ തന്നെ INLDയും
JJPയും പോലുള്ള പാർട്ടികൾക്ക് കാലിടറുന്ന കാഴ്ച, അല്ലെങ്കിൽ ജാട്ട് വോട്ടുകൾ അവരുടെ പെട്ടിയിലേക്ക് എത്തിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനുള്ള സമയം ആയി എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം നൽകുന്നത്. ഈ ഹരിയാനയുടെ മണ്ണിലേക്ക് ജാട്ട് ഹൃദയങ്ങളിലേക്ക് വീണ്ടും ഒരു കടന്നുവരവായിരുന്നു JJPയും അതേപോലെ തന്നെ INLDയും പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ നിലവിൽ INLD ഒരിടത്ത് മാത്രമാണ് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. INLD ജാട്ട് വോട്ടുകൾ കൊണ്ടുവരുമ്പോൾ സഖ്യത്തിലൂടെ BSPയെ കൂടി ഒപ്പം നിർത്തിക്കൊണ്ട് ദളിത് വോട്ടുകൾ കൂടി തങ്ങളുടെ പെട്ടിയിൽ വീഴ്ത്താമെന്നുള്ളതായിരുന്നു INLDയുടെ ഒരു സങ്കല്പം. എന്നാൽ INLDക്ക് അവിടെയും കാലിടറി. INLD ഉദ്ദേശിച്ച എവിടെയും എത്തി നിന്നില്ല എന്നുള്ളതാണ്. അതായത് ഒരു മണ്ഡലത്തിൽ മാത്രമാണ് ഇപ്പോൾ INLDക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നത്. JJPയുടെ അവസ്ഥയും സമാനമാണ്. കഴിഞ്ഞ തവണ 10 സീറ്റുകളിൽ വിജയിച്ച് BJPക്കൊപ്പം ഭരണം പങ്കിട്ട പാർട്ടിയാണ് JJP. എന്നാൽ പിന്നീട് JJP പിന്നിലേക്ക് പോയി, അല്ലെങ്കിൽ BJPയുമായി സഖ്യത്തിൽ നിന്നും വിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യമുണ്ടായി. JJP പൂർണ്ണമായും തങ്ങൾക്ക് ഈ ജാട്ട് വോട്ടുകൾ ലഭിക്കുമെന്നുള്ള ഒരു ആത്മവിശ്വാസത്തിലായിരുന്നു JJP ഉള്ളത്. എന്നാൽ JJP നേതൃത്വത്തിന് പിഴച്ചു. അവിടെ ആസാദ് സമാജ്വാദി പാർട്ടി കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് അവിടെ ഒരു സഖ്യസാധ്യതകൾ അല്ലെങ്കിൽ സഖ്യസാധ്യത തേടി മത്സരിച്ചപ്പോൾ അവിടെയും ദളിത് വോട്ടുകൾ പോലും അവിടെ പിന്തുണച്ചില്ല, അല്ലെങ്കിൽ ആസാദ് സമാജ് പാർട്ടിക്കൊപ്പം ദളിത് വോട്ടർമാർ കൂടെ നിന്നില്ല എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇപ്പോൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ഏതായാലും 10 വർഷത്തിന് ശേഷം വീണ്ടും BJP, അല്ലെങ്കിൽ 10 വർഷത്തെ ഭരണ തുടർച്ച വീണ്ടും അടുത്ത 5 വർഷത്തേക്ക് കൂടി BJPക്ക് ലഭിക്കുമോ എന്ന് യഥാർത്ഥത്തിൽ അറിയുവാൻ ഇനി മണിക്കൂറുകൾ മാത്രമാണ് ശേഷിക്കുക. ഈ ജാട്ട് ഫോർമുല വീണ്ടും രംഗത്ത് ഇറക്കിയാണല്ലോ കോൺഗ്രസ് മത്സരിച്ചത്. വലിയ പ്രതീക്ഷയായിരുന്നു ജാതി സമവാക്യങ്ങളിൽ. ഹൂഡയെ മുൻനിർത്തി ജാട്ടിനെ കൂടെ നിർത്താമെന്ന പ്രതീക്ഷ. കുമാരി ഷെൽജ ഉയർത്തിയ വിമത നീക്കങ്ങൾ, പക്ഷെ അതിനെയൊക്കെ മറികടക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു എന്ന ആത്മവിശ്വാസമായിരുന്നല്ലോ കോൺഗ്രസിന്. എല്ലാ എക്സിറ്റ് പോളുകളും കോൺഗ്രസ് വരുമെന്ന് പറയുന്നു. എന്നിട്ടും BJP മുന്നേറുമ്പോൾ കോൺഗ്രസിന് അടി കിട്ടിയത് എവിടെയാണ്? തീർച്ചയായിട്ടും കോൺഗ്രസ് ജനങ്ങൾക്ക് മുന്നിലേക്ക് ജാതി രാഷ്ട്രീയം മാത്രമാണ് വെച്ചത്. വികസന അജണ്ട അല്ലെങ്കിൽ ഒരു വികസന കാഴ്ചപ്പാട് കോൺഗ്രസ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അത് ഹരിയാനയിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. മാത്രമല്ല, വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ദുഷ്പ്രചരണങ്ങൾക്ക് കോൺഗ്രസ് ഹരിയാനയിലെ മണ്ണ് വേദിയാക്കി. ഏത് രീതിയിലും ഹിന്ദി ഹൃദയ ഭൂമിയിലേക്ക് കടന്നു വരണം എന്നുള്ള ഒരു ചിന്താഗതി മാത്രമായിരുന്നു കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയും ഹരിയാനയിലെ സംസ്ഥാന സർക്കാരിനെതിരെയും നിരവധി വിഷയങ്ങൾ രാഷ്ട്രീയപരമായി ഉപയോഗിക്കുവാൻ കോൺഗ്രസിന് സാധിച്ചു. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു ഗുസ്തി താരങ്ങളുടെ സമരം. ഗുസ്തി താരങ്ങളുടെ സമരം പ്രധാനമായും ഡൽഹി കേന്ദ്രീകരിച്ചായിരുന്നു ഉണ്ടായിരുന്നതെങ്കിലും അതിന് പിന്നിൽ ഹരിയാനയിലെ കോൺഗ്രസ് നേതാക്കളുടെ കൈകൾ കൃത്യമായി ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഹരിയാനയിലെ കോൺഗ്രസിൻ്റെ വിജയം ലക്ഷ്യമിട്ടുകൊണ്ട് നടത്തിയ ഗൂഢനീക്കങ്ങളുടെ ഭാഗമായിരുന്നു ഗുസ്തി താരങ്ങളുടെ സമരമെന്ന് വിനീഷ് ഫോഗട്ടിൻ്റെ സ്ഥാനാർത്ഥിത്വത്തോടുകൂടി ഇതിനോടകം വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. മാത്രമല്ല, അത്തരം സമരങ്ങൾക്ക് പ്രസക്തിയില്ല. കേന്ദ്ര സർക്കാരിനായിരുന്നു, അല്ലെങ്കിൽ ബ്രിജ്ഭൂഷൺ സിംഗിന്റെ ഈ പ്രതിഷേധങ്ങൾ, ഈ സമരങ്ങളൊക്കെയും കേരളത്തിൽ നിന്ന് നോക്കുമ്പോൾ ഹരിയാനയിൽ BJPയെ വല്ലാണ്ടങ്ങ് നശിപ്പിച്ചു കളയുമെന്ന് തോന്നിപ്പിച്ചതാണല്ലോ. അങ്ങനെയാണല്ലോ ഇവിടെ മറ്റുള്ളവരൊക്കെയും വിലയിരുത്തിയത്, ഉറക്കെ പറഞ്ഞത്, ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. പക്ഷേ അതൊന്നുമേശിയില്ല. അതായത് അതിനപ്പുറം ഉറക്കെ കേട്ടു, ഉയർന്നു നിന്നു, തലയെടുപ്പോടെ നിന്നു BJPയുടെ വികസന പ്രവർത്തനങ്ങൾ. അത് സംസ്ഥാനത്തിൻ്റേത് മാത്രമായല്ല, കേന്ദ്ര പദ്ധതികളുടെ വരവ്. അപ്പോൾ വികസനം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച ഹരിയാന മുഖ്യമന്ത്രി നവാബ് സൈനിക്ക് കിട്ടിയ അംഗീകാരമാണിത്. തീർച്ചയായിട്ടും നയാബ് സിംഗ് സൈനിക്ക് മാത്രമല്ല, അതിന് മുൻപേ ഭരിച്ചിരുന്ന മനോഹർ ലാൽ ഖട്ടർക്ക് കൂടി ലഭിച്ച അംഗീകാരമാണ് ഈ ഒരു തെരഞ്ഞെടുപ്പ് ഫലം എന്ന് വേണേൽ വിലയിരുത്താൻ. അല്ലെങ്കിൽ BJP ഹരിയാനയുടെ മണ്ണിൽ വിജയക്കൊടി നാട്ടുകയാണെങ്കിൽ അതിന് പിന്നിലുള്ള ചാലകശക്തികൾ രണ്ടാകും. ഒന്ന് മനോഹർ ലാൽ ഖട്ടറും മറ്റൊന്ന് നയാബ് സിംഗ് സൈനിയുമാണ്. ഏതാണ്ട് ചുരുങ്ങിയ കാലം മാത്രമാണ് നയാബ് സിംഗ് സൈനിക്ക് മുഖ്യമന്ത്രിയായി ഭരിക്കാൻ അവസരം ലഭിച്ചത്. ഏതാണ്ട് 56 ദിവസം. അദ്ദേഹം സൂചിപ്പിച്ചതും അങ്ങനെയാണ്. ഏതാണ്ട് 10 വർഷം മുമ്പ് 10 വർഷക്കാലത്തോളം കോൺഗ്രസ് ഭരിച്ചിരുന്ന കാലത്ത് നടത്തിയ വികസന പ്രവർത്തനങ്ങളുടെ 3 ഇരട്ടി വികസന പ്രവർത്തനങ്ങൾ കഴിഞ്ഞ 56 ദിവസം കൊണ്ട് തനിക്ക് കാഴ്ചവെക്കാൻ കഴിഞ്ഞു എന്നാണ് മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനി വ്യക്തമാക്കിയത്. മാത്രമല്ല, മനോഹർ ലാൽ ഖട്ടർ അദ്ദേഹം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ഈ മുഖ്യമന്ത്രി പദം ഒഴിയുന്ന ഒരു സാഹചര്യത്തിൽ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ കുപ്രചരണങ്ങളായിരുന്നു കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ഹരിയാനയിലെ BJP തകർന്നടിഞ്ഞു എന്ന് മലയാള മാധ്യമങ്ങൾ വാർത്തകൾ നൽകിയ സാഹചര്യമുണ്ടായിരുന്നു. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചരണങ്ങൾക്കിടയിലും
മലയാള മാധ്യമങ്ങൾ കോൺഗ്രസിന് വലിയ ഹൈപ്പ് നൽകുവാൻ കൃത്യമായി ശ്രമിച്ചു എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അപ്പോഴും യാഥാർത്ഥ്യമതല്ല, ഈ ഹരിയാനയുടെ ഹൃദയത്തിൽ അല്ലെങ്കിൽ ഹരിയാനയുടെ ജനങ്ങളുടെ ഹൃദയത്തിൽ ഇപ്പോഴും BJP ഉണ്ട് എന്ന് നമ്മൾ വ്യക്തമായി പറഞ്ഞിരുന്നു. ഏതായാലും ഈ INLDയും അതേപോലെ തന്നെ JJPയും അടക്കം ഉയർത്തിയ വെല്ലുവിളികളെ അതിജീവിച്ചുകൊണ്ടുകൂടിയാണ് BJP ഏതാണ്ട് ചതുഷ്കോണ മത്സരം എന്നായിരുന്നു ആദ്യഘട്ടത്തിൽ വിലയിരുത്തിയത്. പ്രചരണ ഘട്ടത്തിൽ അത്ര വാശിയേറിയ മറ്റൊരു സംസ്ഥാനത്തും കാണാത്ത രീതിയിലുള്ള വാശിയേറിയ തെരഞ്ഞെടുപ്പ് പ്രചരണ പോരാട്ടമായിരുന്നു ഹരിയാനയുടെ മണ്ണിൽ കണ്ടിരുന്നത്. ആ ഒരു സന്ദർഭം, അതായത് പ്രധാന പോര് കോൺഗ്രസും BJPയും ആയിരുന്നെങ്കിൽ തൊട്ടിപ്പുറത്ത് INLDയും JJPയും നിന്ന് ഈ BJPയെ ഏതെങ്കിലും തരത്തിൽ അട്ടിമറിക്കുവാൻ കഴിയുമോ എന്നുള്ള ശ്രമം, അല്ലെങ്കിൽ BJPക്കെതിരെ നിരന്തരം രാഷ്ട്രീയ ആയുധങ്ങൾ ഓരോന്നായി തൊടുത്തുകൊണ്ടിരുന്നു. എന്നാൽ കൃത്യമായ പ്രതിരോധം തീർക്കാൻ BJPക്ക് സാധിച്ചു എന്നുള്ളതാണ്